കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ധനമന്ത്രി കാസർഗോഡ് നൽകിയ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു പെറ്റ് ഫുഡ് ഫാക്ടറി എന്നത്. നമ്മുടെയൊക്കെ തന്നെ വീട്ടിൽ പക്ഷി മൃഗാദികളുണ്ടാവും. അവർക്കൊന്നും ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ വീട്ടിൽ വെച്ച് വിളമ്പുന്ന ഭക്ഷണമൊന്നും കൊടുത്താൽ ശരിയാകണം എന്നില്ല. അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വലിയൊരു അനുഗ്രഹമായിരുന്നു അങ്ങനെയൊരു പദ്ധതി. എന്നാൽ ആ പദ്ധതിക്ക് ഇപ്പോഴെന്ത് സംഭവിച്ചു എന്ന് നമ്മൾക്കൊന്ന് പരിശോധിച്ച് വരാം. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്നു പറഞ്ഞ പോലെയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പെറ്റ് ഫീഡ് പ്ലാന്റിന്റെ നിർമ്മാണം. യാതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. സർക്കാർ നീക്കിവെച്ച 4 കോടി രൂപയും സ്വാഹ ആയ ലക്ഷണമാണ്. വേണ്ടുവോളം സർക്കാർ ഭൂമിയുള്ള കാസർഗോഡ് ജില്ലയിൽ നിർദ്ദിഷ്ട പദ്ധതിക്ക് ഭൂമി ലഭിച്ചില്ല എന്നത് തന്നെ ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണ്. പദ്ധതി വൈകിക്കുന്നതിന് പിന്നിൽ പെറ്റ് ഫീഡ് ഭീമന്മാരുടെ കൈകളുണ്ടോ എന്നും വ്യാപകമായി സംശയമുയരുന്നുണ്ട്. എന്നാൽ ഫാക്ടറി തുറന്നാൽ തന്നെ അവിടെ നിന്നും ലഭിക്കുന്ന പെറ്റ് ഫീഡിന്റെ ഗുണനിലവാരം കുറയുമോ എന്നാണ് വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവരുടെ ആശങ്ക. ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ നല്ല ക്വാളിറ്റി ബ്രാൻഡ് ഏതുമില്ല. എല്ലാം ഇമ്പോർട്ട് ഐറ്റംസ് ആണ് വരുന്നത്, ഡോഗ്സിന്റെ ആയാലും കാറ്റ്സിന്റെ ആയാലും. കേരളത്തിലെ ജനങ്ങൾക്ക് സർക്കാരിനോട് ഒരു അപേക്ഷയുണ്ട്. ഈ ബഡ്ജറ്റിലെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ വാഗ്ദാനം ചെയ്യാവൂ. കഴിഞ്ഞ തവണ വിഡ്ഢികളായത് മനുഷ്യർ മാത്രമല്ല, ഒരു പറ്റം മിണ്ടാപ്രാണികൾ കൂടിയാണ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.